നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കൈപ്പയ്ക്ക കറി തയ്യാറാക്കാം. കൈപ്പയ്ക്ക കറി തയ്യാറാക്കാൻ ചെറിയൊരു കൈപ്പയ്ക്ക ക്ലീൻ ചെയ്ത് കനം കുറച്ചരിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് തേങ്ങാപ്പാലിൻ്റെ 2/2 പാല് 1/2 കപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് കൈപ്പയ്ക്ക വേവിക്കണം. കൈപ്പയ്ക്ക വെന്ത് വരുമ്പോൾ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് 1-2 മിനിറ്റ് കൈപ്പയ്ക്ക തിളപ്പിക്കണം. പുളിവെള്ളത്തിൽ തിളപ്പിക്കുന്നത് കൊണ്ട് കൈപ്പയ്ക്കയുടെ കയ്പ്പ് നല്ല പോലെ കുറയും. ഒരു 2 മിനിറ്റ് കറി തിളപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് കറി തിളയ്ക്കാറാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായി കൈപ്പയ്ക്ക കറിയിലേക്ക് കടുക് വറുത്തിടാൻ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇതെല്ലാം പാനിലേക്ക് ഇട്ട് എല്ലാം മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൈപ്പയ്ക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ.